ഗുഡ് മോർണിംഗ് ഓൾ. ദിസ് ഇസ് സിയാദ് ദില്ലിക്കൽ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. തിങ്കളാഴ്ച ഒരു കനത്ത ഇടിവിന് ശേഷം ഇന്നലെ അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളുടെ ഒരു പിൻബലത്താൽ നിഫ്റ്റി ഒരു 90 പോയിൻറ്റിൻ്റെ ഒരു അപ്സൈഡാണ് ഉണ്ടായിട്ടുള്ളത്. സെൻട്രൽ ബാങ്കുകൾ, പ്രധാനമായിട്ടും UCO ബാങ്ക്, അതല്ലെങ്കിൽ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഗവൺമെൻറ് 10,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ഉണ്ടാകുമെന്നുള്ള കാരണം കൊണ്ട് ഈ ബാങ്കുകളും ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ, അത് CPIയും WPI ഇൻഫ്ലേഷൻ ഡേറ്റ നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ കടന്നുപോയി. എന്നാൽ ഇന്ന് US മാർക്കറ്റിൽ നിന്ന് ഇന്ത്യൻ സമയം 7 മണിക്ക് US മാർക്കറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അതാണ് നമ്മളുടെ ഇൻഫ്ലേഷൻ ഡേറ്റിനേക്കാളും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് നമ്മുടെ മാർക്കറ്റിലും ഗ്ലോബൽ മാർക്കറ്റിലും. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും മിക്സ്ഡ് ആയിരുന്നു വിത്ത് പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഇനി ഇന്ന് വരുന്ന US നിന്ന് വരുന്ന ഇന്നത്തെ ആ ഒരു ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ആഗോള മാർക്കറ്റുകളെല്ലാം തന്നെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഒരു ട്രിഗർ പോയിൻ്റ്. FIs കനത്ത സെല്ലിംഗ് ആണ് ഈ ഒരു ഇയറിൽ. ഏറ്റവും വലിയ സെല്ല് ഇന്നലെയാണ് നടന്നിട്ടുള്ളത്. 8,132 കോടി രൂപക്ക് FIs ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി. DIs 7,900 കോടി രൂപക്ക് ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് സ്വാഭാവികമായിട്ട് രീതിയിൽ ഒരു റിവേഴ്സലാണെന്നുള്ള രീതിയിൽ റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ ബോട്ടം ബൈയിങ് നടത്തി മാർക്കറ്റ് പോസിറ്റീവാണ്. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നിഫ്റ്റിയിലോ ഒന്നും തന്നെ പോയിന്റുകളൊന്നും തന്നെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ആസ് ഓഫ് നൗ ഉണ്ടായിട്ടില്ല. നിഫ്റ്റി ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു ഫ്ലാറ്റാണ്. നമ്മുടെ സ്പോട്ട് ക്ലോസ് ഉണ്ടായിട്ടുള്ളത് 23,271 സ്പോട്ട് കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉള്ളത്. നിഫ്റ്റി 23,300 എന്ന നിലയിലാണ് നിൽക്കുന്നത്. അതായത് വളരെ ഫ്ലാറ്റായ രീതിയിലാണ് ആസ് ഓഫ് നൗ മാർക്കറ്റ് ഉള്ളത്. ഇനി ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 96,000, തൊട്ട് താഴെ ബ്രന്റ് ഓയിൽ ഉയരുന്നുണ്ട് 80. പിന്നീട് ഗോൾഡ് $2,674 പെർ ഔൺസ്. ഇന്ത്യ വിക്സ് ഇന്നലെ 3.5% കൂൾ ഡൗൺ ആയി, പക്ഷേ സ്റ്റിൽ 15.48. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. ജപ്പാൻ മാർക്കറ്റ് ഇന്നലെ 800 പോയിന്റ് ഇടിഞ്ഞിരുന്നു. ഇന്ന് 262 പോയിന്റിൻ്റെ പോസിറ്റീവാണ്. ഓസ്ട്രേലിയ 22 പോയിന്റ് പ്ലസ്, കൊറിയ 23 പോയിന്റ് പ്ലസ്, ചൈന 2.5% റാലിയുണ്ട്. FTSE മാത്രം റെഡിൽ അടിച്ചപ്പോൾ ജർമ്മനും ഫ്രാൻസും പോസിറ്റീവായിരുന്നു. ഡോ 221 പോയിന്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്. ഇനി കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. ആദ്യം അദാനി ഗ്രീനാണ്. 57 മെഗാവാട്ട് വിൻഡ് പവർ കപ്പാസിറ്റി ഗുജറാത്തിൽ ഓപ്പറേഷൻ ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. IRFC 3,167 കോടി രൂപയുടെ പുതിയ ജാർഖണ്ഡിലുള്ള ഒരു കോൾ ബ്ലോക്കിൻ്റെ ഒരു ഓർഡർ ലഭിച്ചു. സെയിൽ കമ്പനി അലോക് വർമ്മ ഡയറക്ടർ ഓഫ് ചാർജായിട്ട് നിയമിതനായിട്ടുണ്ട് ജനുവരി 14 മുതൽ. വേദാന്ത കമ്പനിക്ക് 92 കോടി രൂപയുടെ GST പെനാൽറ്റി കിട്ടിയിട്ടുണ്ട്. സുല വൈൻയാർഡ് വൈൻ നിർമ്മാതാക്കളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൻ ടൂറിസം നടത്തുന്ന കമ്പനിയാണ്. കമ്പനി ഇവിടെ പ്രൊഡക്ഷൻ ഏകദേശം 0.7% ഒരു കുറവ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഹാത്വേ കേബിൾ നെറ്റ് പ്രോഫിറ്റ് 14 കോടി രൂപയിൽ നിന്ന് 14 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 39% നെറ്റ് പ്രോഫിറ്റ് ഇടിവ് സംഭവിച്ചു ഹാത്വേ കേബിൾ. പക്ഷേ റവന്യൂ 1% ഒരു സ്പൈക്ക് ഉണ്ട്. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 41% വർദ്ധിച്ചു. 36 നിന്ന് 52 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ബനാറസ് ഹോട്ടൽ കമ്പനി 11 കോടി രൂപയിൽ നിന്ന് 13 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നെറ്റ്വർക്ക് 18 കമ്പനി ഈ തവണ ലോസാണ് ഉള്ളത്, 1,435 കോടി രൂപ. പക്ഷേ ഈ ലോസ് ബിസിനസ് ചെയ്തുള്ള ലോസ് അല്ല, കമ്പനിയുടെ ഡീമർജർ വിയാക്കോം 80 ആയിട്ട് ഉണ്ടായതുകൊണ്ടുള്ള ലോസാണ്. ASK ഓട്ടോമൊബൈൽ കമ്പനി കർണാടകയിൽ ഇവരുടെ പുതിയ ഒരു പ്ലാന്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. വെൽസ്പെൻ കോർപ്പ് കമ്പനി സൗദി അരാംകോ ആയിട്ടൊരു വലിയൊരു പൈപ്പ് ഫെസിലിറ്റി പ്രൊജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അരാംകോ സൗദി അറേബ്യയിൽ ഉള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. മോർഫൻ ലാബ് കമ്പനി ഇവരുടെ ഒരു മെഡിക്കൽ ഡിവൈസ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ഇവർക്ക് സെബി നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് വാർണിംഗ് ലെറ്റർ കൊടുത്തു. ടെക്നോഗ്രീൻ സൊല്യൂഷൻ കമ്പനിക്ക് 3 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഇന്നോവ
കേപ്റ്റാപ്പ് കമ്പനി ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഇവരുടെ പുതിയ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള പ്ലാന്റിൽ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഇവർ ആരംഭിച്ചു. പ്രീമിയർ എനർജി കമ്പനി 1460 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇന്ത്യ ബുൾസ് എൻ്റർപ്രൈസസ് കമ്പനി ഇവർ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് ഇവർ ലാൻഡൊക്കെ അക്യൂർ ചെയ്തിട്ടുണ്ട്. IPO ഡീറ്റെയിൽസും ഡിവിഡൻഡ് ഡീറ്റെയിൽസും റിസൾട്ട് അനൗൺസ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന ടാബിൽ ലഭ്യമാണ്. കൂടാതെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലും ന്യൂസ് നമ്മൾ ഇടാറുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ട്രേഡ് ബഡ്ഡിയൊക്കെ വളരെ ഫ്രീ ആയിട്ട് ടെലഗ്രാം വളരെ ഫ്രീ ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാം. ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാം. എല്ലാവർക്കും ദിനം നേരുന്നു. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ്മോർട്ടമായിട്ട് കാണാം. എല്ലാവർക്കും നമ്മുടെ ന്യൂസ് നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ വളരെയധികം എഫേർട്ട് ചെയ്യുന്ന ന്യൂസാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്കും ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാം തന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. താങ്ക് യു.